തിരുവനന്തപുരത്ത് നിന്ന് 62 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു മലയോര പ്രദേശമാണ് ബോണക്കാട്. ഈ ബോണക്കാട് എസ്റ്റേറ്റിനകത്തോ ബോണക്കാട് എന്നുള്ള പ്രദേശത്തോ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ബിദ്രയിൽ നിന്ന് ജേഴ്സി ഫാം കടന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിർത്തിയാണ്. ഇവിടെ നിന്ന് ബോണക്കാടേക്ക് എത്തണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടായെങ്കിലേ നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നമസ്കാരം, ഞാൻ ഷാഫി. ഞാനിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോണക്കാട് എന്ന് പറയുമ്പോൾ ബോണക്കാട് മഹാവീർ പ്ലാന്റേഷൻസ് ഉണ്ട്, തേയില എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റ് ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ യാത്ര. നിബിഡമായ ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇന്ന് അന്തരീക്ഷമൊക്കെ വളരെ നല്ല അന്തരീക്ഷമാണ്. നമുക്ക് നോക്കാം. പണ്ട് ബ്രിട്ടീഷുകാർ കാട് വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടം നിർമ്മിച്ച തേയിലത്തോട്ടം അവിടെയുണ്ട്. അക്കാലഘട്ടത്തിൽ നഗരങ്ങളിൽ വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളിൽ പോലും ബോണക്കാട് എസ്റ്റേറ്റിൽ അന്ന് വൈദ്യുതി ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ബോണക്കാട്. ഇതൊരു നെല്ലിമരമാണ്, കണ്ടോ? നമ്മൾ സാധാരണ നാട്ടിലേക്ക് നെല്ലിമരം കാണാറുള്ളൂ. ഇതിപ്പോൾ കാട്ടിലെ നെല്ലിമരമാണ്. കാട്ടുനെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ നെല്ലിക്ക ഇല്ല. നല്ല ടേണിങ്ങുകളാണ് ഇവിടെ കയറി പോകുമ്പോൾ. ഇതും നെല്ലിമരമാണ്, കണ്ടോ? നെല്ലി മരത്തിൻ്റെ ഇലകളൊക്കെ ഉണ്ടോ? ഇലകൾ എന്ത് രസമായിട്ട്, നല്ല രസമാണത്. ഇതാണ് നെല്ലിമരം. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ നെല്ലിമരം എന്ന് പറയുന്നത് ചെറിയതായിരിക്കും, പക്ഷെ ഇതല്ല. അവിടെ കാട്ട് നെല്ലിക്ക കാച്ചു നിൽക്കുന്നതുണ്ടോ? ഇത് വളരെ ചെറുതായിരിക്കും. സാധാരണ നമുക്ക് കിട്ടുന്ന നെല്ലിക്ക വലുതാണ്, പക്ഷെ ഇത് ചെറിയ നെല്ലിക്കയായിരിക്കും. കണ്ടോ? ഇത് അത്ര വിളഞ്ഞിട്ടില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. സാധാരണ നെല്ലിക്ക പോലെ അല്ല. ഭയങ്കര ടേസ്റ്റ്. ഒരുപാട് ഔഷധ ഗുണം ഉള്ള നെല്ലിക്കയാണിത്. സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന നെല്ലിക്ക പോലെ അല്ല. ഈ ബോണക്കാട് പോലുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് ഒരു സുഖകരമായിട്ടുള്ള സംഭവമല്ല. നമുക്ക് കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു രസകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ. ഒരാളെന്ന് പറഞ്ഞാൽ ബോണക്കാട് എസ്റ്റേറ്റുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, ജനിച്ചു വളർന്ന ഒരാളാണ്. ബോണക്കാട് എസ്റ്റേറ്റിനകത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഏകദേശം അരനൂറ്റാണ്ട് കാലം ബോണക്കാട് എസ്റ്റേറ്റുമായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ? മറ്റൊരാൾ വ്യാപാരിയാണ്, ബിദ്രയുള്ള ഒരു പ്രമുഖ വ്യാപാരി. ഇത് അനിൽകുമാർ. ബോണക്കാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബോണക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ബിദ്രയുടെ സ്ഥിരാകേന്ദ്രമാണ്. ഇത് ബോണക്കാട് എന്ന പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരും, കാണുക.